പോലീസ് സ്റ്റേഷൻ ചുമതലയിലേക്ക് SIമാർ വീണ്ടും എത്തുന്നു. ഇത് സംബന്ധിച്ച് പ്രത്യേക സമിതി ശുപാർശ DGP സർക്കാരിന് കൈമാറും. 484 സ്റ്റേഷനുകളിൽ 70ഇടത്ത് CIമാർ തുടരും. മറ്റിടങ്ങളിൽ SIമാർക്കാകും ചുമതല. പിണറായി സർക്കാരാണ് സ്റ്റേഷൻ ചുമതല CIമാർക്ക് നൽകിയത്. നേരത്തെ SIമാർക്കുണ്ടായിരുന്ന ചുമതലയാണ് പുനഃസ്ഥാപിക്കുന്നത്. വിവരങ്ങളുമായി VV വിനോദ് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. വിനോദ്, നേരത്തെ ഇത് പഴയ ആ രീതി പുനഃസ്ഥാപിക്കുന്നു, അതിനപ്പുറം മറ്റെന്തെങ്കിലും മാറ്റമുണ്ടോ? ഇത് ഈ പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ഇതുമായി ബന്ധപ്പെട്ട് അവരുടെ ഒരു ആവശ്യമായിരുന്നു. പൊതുവെ പോലീസ് സേനയിലെ ഉദ്യോഗസ്ഥർ ഈ മാറ്റത്തെ എങ്ങനെയാണ് കാണുന്നത്? ടോം, സംസ്ഥാനത്ത് 484 പോലീസ് സ്റ്റേഷനുകളാണുള്ളത്. ഇതിൽ 70 പോലീസ് സ്റ്റേഷനുകളിൽ ഇപ്പോഴത്തെ നിലയിൽ തന്നെ, അതായത് SHOമാരായി CIമാരുള്ളത് അത് അതേപടി തുടരും. മറ്റിടങ്ങളിലാണ് 414 സ്റ്റേഷനുകളിലാണ് 10 വർഷം മുൻപുണ്ടായിരുന്നത് പോലെ SIമാരെ സ്റ്റേഷൻ്റെ ചുമതല ഏൽപ്പിച്ചുകൊണ്ടുള്ള ഒരു നടപടിയിലേക്ക് പോകുന്നത്. ഇതിൻ്റെ ശുപാർശ ഇപ്പോൾ ADGP ശ്രീജിത്ത് അദ്ദേഹം DGP കൈമാറിയിട്ടുണ്ട്. DGP അത് സർക്കാരിന് കൈമാറും. സർക്കാരിന് താല്പര്യമുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നേരത്തെ തന്നെ ഇക്കാര്യം സൂചിപ്പിച്ചിരുന്നതാണ്. ഉണ്ടായിരുന്നത് പോലെ, അതായത് പിണറായി സർക്കാരിന് മുൻപ് ഉണ്ടായിരുന്നത് പോലെ പോലീസ് സ്റ്റേഷനുകളുടെ ചുമതല SIമാർക്ക് കൈമാറുന്ന ഒരു രീതി, അത് പോലീസ് സ്റ്റേഷൻ്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കും എന്ന വിലയിരുത്തലാണ് UDF സർക്കാരിനുള്ളത്, ആഭ്യന്തര വകുപ്പിനുള്ളത്. അതിൽ പ്രധാനമായും CIമാർ അങ്ങനെ ചുമതല ഒഴിയുന്നതോടുകൂടി കൂടുതൽ CIമാരെ ഈ കുറ്റാന്വേഷണത്തിനും അതുപോലുള്ള കാര്യങ്ങൾക്കും, ലോ ആൻഡ് ഓർഡർ പോലുള്ള കാര്യങ്ങളിൽ കൂടുതൽ ചുമതല ഏൽപ്പിക്കാൻ കഴിയും. അതുപോലെ തന്നെ ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമാക്കി മാറ്റാൻ കഴിയും. ക്രൈംബ്രാഞ്ച് പോലുള്ള വിഭാഗങ്ങളിലേക്ക് അവരെ മാറ്റിക്കൊണ്ട് അവരുടെ സീനിയോറിറ്റിയും അവരുടെ എക്സ്പീരിയൻസും ഒക്കെ തന്നെ ആ തരത്തിൽ പ്രയോജനപ്പെടുത്താൻ കഴിയും എന്നതാണ് ഒരു പോസിറ്റീവ് സൈഡായി പറയുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു ന്യൂനത ചൂണ്ടിക്കാട്ടുന്നു, അല്ലെങ്കിൽ പിണറായി സർക്കാർ എന്തുകൊണ്ട് SHOമാരായി CIമാരെ കൊണ്ടുവന്നു എന്നതിൻ്റെ ഒരു കാര്യം, സീനിയറായിട്ടുള്ള ഉദ്യോഗസ്ഥർ സ്റ്റേഷനിലുള്ളപ്പോൾ പെട്ടെന്നുള്ള പ്രകോപനപരമായ ഒരു സമീപനമോ അല്ലെങ്കിൽ കുറച്ചുകൂടി അവധാനതയോടുകൂടി കാര്യങ്ങളെ കൈകാര്യം ചെയ്യും എന്നതൊക്കെ തന്നെയാണ്. അതായത് പോലീസിനെതിരെ വരുന്ന ആക്ഷേപങ്ങൾ, പ്രത്യേകിച്ച് ഈ ലോക്കപ്പ് മർദ്ദനം, അല്ലെങ്കിൽ പെട്ടെന്ന് ലാത്തിചാർജ് നടത്തുന്നു, ആളുകളെ മർദ്ദിക്കുന്നു, പൊതുസ്ഥലങ്ങളിൽ പെട്ടെന്ന് പോലീസ് പ്രകോപിതരാകുന്നു, അല്ലെങ്കിൽ SIമാർ ചെറുപ്പക്കാരായതുകൊണ്ട് തന്നെ അവർ അങ്ങനെ ഒരു ആവേശത്തിലേക്ക് പോകുന്നു എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് മാറ്റുന്നതിന് CIമാരാകുമ്പോൾ കുറച്ചുകൂടി സീനിയർ ആയിട്ടുള്ള ഉദ്യോഗസ്ഥർ അങ്ങനെ സ്റ്റേഷനിൽ വരുന്നത് മെച്ചമുള്ള കാര്യമാണ് എന്ന തരത്തിലുള്ള ഒരു വിലയിരുത്തലുണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ ഈ CIമാർക്ക് 2-3 സ്റ്റേഷൻ്റെയൊക്കെ ചുമതല നൽകിയിരുന്നു. ആ തരത്തിലേക്കാണ് ഇപ്പോൾ വീണ്ടും കാര്യങ്ങളെ കൊണ്ടുപോകാൻ ആലോചിക്കുന്നത്. 2 അല്ലെങ്കിൽ 3 സ്റ്റേഷൻ്റെ ചുമതല ഒരു CIക്ക് നൽകും. അതോടൊപ്പം തന്നെ ഒരു DYSPയുടെ കീഴിൽ അല്ലെങ്കിൽ ഒരു AC കീഴിലൊക്കെ തന്നെ 6 സ്റ്റേഷനുകൾ അവരുടെ പരിധിയിലേക്ക് വരുന്ന തരത്തിൽ, അത് നേരത്തെ ഉണ്ടായിരുന്നതാണ്, ഒരു ഡിവിഷനായാണ് അതിനെ കാണുന്നത്. ആ തരത്തിൽ അതിനെ മാറ്റിക്കൊണ്ട് വരാനുള്ള ഒരു രീതി. ഏതായിരുന്നാലും ഈ പോലീസിൻ്റെ ജോലിഭാരവുമായി ബന്ധപ്പെടുത്തി നമ്മളിതിനെ കാണേണ്ടതുണ്ട്. ഈ CIമാർ കൂടുതൽ ചുമതലകളിലേക്ക് അല്ലെങ്കിൽ കൂടുതൽ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിലേക്ക് മാറുന്നു. സ്റ്റേഷൻ ചുമതലയിൽ നിന്ന് അവർ മാറ്റപ്പെടുമ്പോൾ ഈ വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, കുറ്റാന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, കെട്ടിക്കിടക്കുന്ന കേസുകൾ, ഇതിലെല്ലാം തന്നെ ഇവരുടെ സേവനം പ്രയോജനപ്പെടുത്താമെന്നൊരു വിലയിരുത്തലുണ്ട്. അതേസമയം പുതിയ റിക്രൂട്ട്മെൻറ്റിലേക്ക് വരുന്ന ചെറുപ്പക്കാരെ അവരെ SIമാരാക്കുമ്പോൾ അവർ കൂടുതൽ വേഗത്തിൽ കാര്യങ്ങൾ ചെയ്യും. ചെറുപ്പക്കാരാണ്, സ്റ്റേഷൻ്റെ ചുമതല അവരെ ഏൽപ്പിക്കുന്നത് വഴി കാര്യങ്ങൾക്ക് ഒരു വേഗം കിട്ടും എന്ന ഒരു വിലയിരുത്തലുണ്ട്. ഏതായിരുന്നാലും കാലങ്ങളായി പോലീസിൽ നിൽക്കുന്ന ഒരു പരാതിയാണ് ജോലിഭാരം എന്നത്. അതുവഴി ഉണ്ടാകുന്ന ആത്മഹത്യകൾ, മാനസിക സമ്മർദ്ദം, കൂട്ടത്തോടെ പോലീസുകാർ രാജിവെച്ച് പോകുന്ന ഒരു രീതി, ഇതെല്ലാം തന്നെ ഈ 10 വർഷത്തെ LDF ഭരണത്തിൻ്റെ കീഴിൽ പോലീസുകാർക്ക് കൂടുതൽ മാനസിക സംഘർഷങ്ങൾ ഉണ്ടായി എന്ന തരത്തിലുള്ള വിമർശനങ്ങളും ആക്ഷേപങ്ങളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസ് തലപ്പത്തുള്ള ADGPമാരുടെയോ IG-മാരുടെയോ അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഉന്നത ശ്രേണിയിലുള്ള ഉദ്യോഗസ്ഥരുടെ മാറ്റങ്ങൾ പലപ്പോഴും പോലീസ് തലപ്പത്ത് അഴിച്ചുപണികൾ വരാറുണ്ട്. അതിനപ്പുറത്തേക്ക് സേനയുടെ ഘടന തന്നെ ഉടച്ചു വാർക്കുക എന്നൊരു ലക്ഷ്യം ആഭ്യന്തര വകുപ്പ് ലക്ഷ്യം വയ്ക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഹേമേന്ദ്രനാണ് ഇപ്പോൾ ആഭ്യന്തരമന്ത്രിയുടെ പോലീസ് ഉപദേഷ്ടാവ്. ഒരുപക്ഷെ അദ്ദേഹത്തിനുമൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ നിർദ്ദേശങ്ങൾ നൽകാൻ കഴിയുമായിരിക്കുമെന്ന വിലയിരുത്തലുണ്ട്. ഏതായിരുന്നാലും ശ്രീജിത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു പഠനമാണ്. അതായത് ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഇടയിൽ ഈ മാറ്റത്തെ എങ്ങനെയാണ് കാണുന്നത് വിനോദ്? നേരത്തെ വിനോദ് സൂചിപ്പിച്ചതുപോലെ നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ് ഈ പോലീസുകാരുടെ ജോലിഭാരം, അതോടൊപ്പം തൊഴിൽ ചൂഷണം. കഴിഞ്ഞ കാലയളവിനിടെ, കഴിഞ്ഞൊരു 5 വർഷ കാലയളവിനിടെ
സംസ്ഥാനത്ത് ഒരു 70-80ഓളം പോലീസുകാർ ആത്മഹത്യ ചെയ്തു. അതിൽ ഈ പറയുന്ന SIമാരടക്കം ഇങ്ങനെ ആത്മഹത്യ ചെയ്തവരുടെ കണക്കിലുണ്ട്. ഈ ഒരു മാറ്റം അവരുടെ ജോലിഭാരം കുറയ്ക്കുമെന്നതൊരു പ്രധാനപ്പെട്ട ഗുണകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതിനപ്പുറം അത് എങ്ങനെയായിരിക്കും പ്രതിഫലിക്കുക? നേരത്തെ വിനോദ് സൂചിപ്പിച്ചതുപോലെ ഈ CIമാർക്ക് ചുമതല നൽകിയതിന് പിന്നിൽ പല കാരണങ്ങളുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ചെറുപ്പക്കാരായിട്ടുള്ള SIമാർ സ്റ്റേഷൻ്റെ ചുമതലയിലേക്ക് വരുമ്പോൾ അപക്വമായ രീതിയിൽ ചില വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്നു. അവർക്കെതിരെ പല രീതിയിലുള്ള ആക്ഷേപങ്ങളൊക്കെ ഉയർന്നു വന്നതാണ്. അങ്ങനെ ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ടോ ഇവിടെ? ടോം, ഇവിടെ നമ്മൾ ആദ്യം ജോലി ഭാരത്തിൻ്റെ കാര്യം പരിശോധിച്ചാൽ മറ്റ് പല സംസ്ഥാനങ്ങളിലും ഈ ജനസംഖ്യയ്ക്കുള്ള ആനുപാതികമായ പോലീസ് എണ്ണം നോക്കുമ്പോൾ കേരളത്തിൽ ഒരു മെച്ചപ്പെട്ട നില ഉണ്ട് എന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അത് നമ്മൾ വിരമിച്ച ഉദ്യോഗസ്ഥരുമായി പോലീസുകാർ ഇത്തരം പ്രശ്നങ്ങൾ നേരിടുകയും തുടർച്ചയായി ആത്മഹത്യ ഉണ്ടാവുകയും ചെയ്തപ്പോൾ ഇക്കാര്യങ്ങൾ നമ്മൾ പരമ്പരയായി ചെയ്തതാണ്. അന്ന് ജേക്കബ് പുന്നൂസിനെ പോലുള്ള അല്ലെങ്കിൽ സിബി മാത്യൂസിനെ പോലുള്ള ഉദ്യോഗസ്ഥരോട്, TP സെൻകുമാറിനെ പോലുള്ള ഉദ്യോഗസ്ഥരോടൊക്കെ നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ ആരാഞ്ഞിരുന്നു. പലരും പറഞ്ഞത് ഈ അംഗസംഖ്യ, പോലീസിൻ്റെ അംഗബലം പരിശോധിച്ചാൽ മറ്റ് പല സ്റ്റേറ്റിലുള്ളതിനേക്കാളും പോലീസുകാർ കേരളത്തിലുണ്ട്. പക്ഷേ ഇവരെ എങ്ങനെ പുനർവിന്യസിക്കുന്നു എന്നതിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ജോലി ചെയ്യുന്നവർ കൂടുതൽ ജോലി ചെയ്യേണ്ടി വരുന്നു, അല്ലാത്തവർ മാറി നിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെ ഒരു ക്രമീകരണം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ സമയത്ത് ഉയർന്നു വന്നൊരു കാര്യമാണ് ഈ ക്യാമ്പുകളിലേക്കുള്ള പോലീസുകാരെ. അവർ ദീർഘകാലം ക്യാമ്പുകളിൽ ആണ് ഉള്ളത്. പെട്ടെന്നൊരു സിറ്റുവേഷൻ വരുമ്പോൾ അവർ ഒരു കലാപം ഉണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് നമുക്ക് ഉദാഹരണം എടുത്താൽ സെക്രട്ടേറിയറ്റ് മാർച്ചൊക്കെ അക്രമാസക്തമാകുമ്പോൾ ക്യാമ്പുകളിൽ നിന്ന് പോലീസുകാരെ കൊണ്ടുവരാറുണ്ട്. പക്ഷേ അത് എല്ലാ ദിവസവും നടക്കുന്നൊരു സംഗതിയല്ല. അതിനകത്തൊരു റിസ്ക് ഉണ്ട്. എങ്കിൽ തന്നെയും അതിൽ കുറച്ച് പേരെയെങ്കിലും സ്റ്റേഷൻ ഡ്യൂട്ടികളിലേക്ക് മാറ്റാൻ കഴിയുന്ന തരത്തിലാണെങ്കിൽ അവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് ജോലിഭാരം കുറയുന്ന ഒരു നിലയുണ്ടാകും. ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് CIമാർക്ക് അധികാരം ഓരോ സ്റ്റേഷൻ്റെ SHOമാരാക്കുമ്പോൾ സ്വാഭാവികമായും CA റാങ്കിലുള്ള ഒരാളിന് അത് സന്തോഷിപ്പിക്കുന്ന കാര്യമാണ്. കാരണം അവർക്ക് സ്വതന്ത്രമായി ഒരു സ്റ്റേഷൻ ചുമതല കിട്ടുന്നു എന്നത്. എന്നാൽ പൂർണ്ണമായും SIമാരുടെ അധികാരം ഇല്ലാതാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അത് തിരികെ വരുമ്പോൾ ഇപ്പോൾ 2-3 സ്റ്റേഷനുകളിലേക്ക് ഒരു CA നിയോഗിക്കുന്നു. ഒരു സർക്കിൾ എന്ന് നമ്മൾ പറയുന്ന ഒരു നിലയിലേക്ക് ഒരു CAയുടെ ചുമതല 2-3 സ്റ്റേഷനിലേക്ക് വരികയാണ്. അങ്ങനെ ഒരു ഇൻസ്പെക്ടറുടെ ചുമതല വരുമ്പോൾ കൂടുതൽ ആയിട്ടുള്ള ഇൻസ്പെക്ടർമാർ, നമ്മൾ ഈ പറഞ്ഞതുപോലെ 484 സ്റ്റേഷനുകളുണ്ട്. അതിൽ 70 എണ്ണം ഒഴികെ ബാക്കിയുള്ള എല്ലാ സ്റ്റേഷനുകളിലും SIമാർ വരുമ്പോൾ CIമാർക്ക് മറ്റ് ചുമതലകളിലേക്ക് പോകാൻ കഴിയും. അങ്ങനെ മാറ്റിക്കൊണ്ട് അവരെ മറ്റു തരത്തിൽ പ്രയോജനപ്പെടുത്തുക എന്ന ഒരു ചിന്താഗതി ഒരുപക്ഷെ ആഭ്യന്തര വകുപ്പിന് ഉണ്ടാകണം. അത് ഗുണമാണോ ദോഷമാണോ എന്നത് കണ്ടറിയേണ്ടതാണ്. പക്ഷേ കഴിഞ്ഞ കാലങ്ങളിൽ പോലീസുകാർക്ക് സമ്മർദ്ദമുണ്ടായിരുന്നു എന്നത് വളരെ വ്യക്തമാണ്. നമ്മൾ തന്നെ ഏതാണ്ട് 10 വർഷത്തിനിടയിൽ 120-ലധികം ആളുകളാണ് പോലീസ് സേനയിൽ ആത്മഹത്യ ചെയ്തത്. പലരും ജോലി രാജിവെച്ച് പോകുന്ന നിലയുണ്ടായി. ഇവർക്കൊക്കെ യോഗ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണം ഉൾപ്പെടെ ഏർപ്പെടുത്തിയിരുന്നു. പക്ഷേ 8 മണിക്ക് വരേണ്ട ഒരു പോലീസുകാരന് യോഗ ചെയ്യണമെങ്കിൽ 6 മണിക്ക് സ്റ്റേഷനിലെത്തണം. അതായത് അദ്ദേഹത്തിന് ഉറങ്ങാനുള്ള സമയം കുറച്ചുകൂടി നഷ്ടപ്പെടുന്നു എന്ന പരാതികളാണ് പിന്നീട് ഇത്തരം പരിഷ്കാരങ്ങൾ വഴി പോലീസുകാരുടെ ഭാഗത്ത് നിന്ന് പരാതിയായി ഉയർന്നു വരാൻ ഇടയാക്കിയത്. പക്ഷേ ചില കാര്യങ്ങളുണ്ടായിരുന്നു. അവർക്ക് അവധി നൽകുക, അവരുടെ കുടുംബാംഗങ്ങൾക്കൊപ്പം സമയം ചെലവഴിക്കാനുള്ള അവസരം ഉണ്ടാക്കുക, അത്തരം കാര്യങ്ങൾ. ഏതായിരുന്നാലും ഇപ്പോൾ ഈ പരിഷ്കാരം നടപ്പാകുമെന്നത് ഏറെക്കുറെ ഉറപ്പാണ്. ടോം, വ്യക്തമാണ്. BV വിനോദാണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.